ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടിരുന്നു. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു സീരീസ് ക്വസ്റ്റ്യനുമായിട്ടാണ്. അത് യൂണിറ്റ് ടെസ്റ്റുകൾക്ക് വളരെയധികം ഉപയോഗമുള്ള റിവിഷൻ ടെസ്റ്റ് സീരീസ് ആണ്. ആ റിവിഷൻ ടെസ്റ്റ് സീരീസ് ഇവാലുവേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, 3 പാഠങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആ മറ്റു ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഇന്നിപ്പോൾ അതിൻ്റെ ഗ്രാമർ സ്ട്രക്ചർ പോർഷൻസിൽ വരുന്ന ഒരു ഭാഗമാണ് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഒരു പാസേജ് അവർ തന്നിരിക്കും, അതിൽ ചില തെറ്റുകളുണ്ട്, എററുണ്ട്. ആ എറർ നമ്മൾ തിരുത്തി എഴുതുക എന്ന ഒരു ദൗത്യമാണ് നമുക്കുള്ളത്. ആ ദൗത്യം എങ്ങനെ പൂർത്തീകരിക്കാം എന്ന് നമുക്ക് നോക്കാം. വരൂ ക്ലാസ്സിലേക്ക്. ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഒരു പാസേജ് എന്താ? ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റ് ദാറ്റ് the snake turned its head, it looked into the mirror and see its reflection. ഇത് ഏത് പാഠഭാഗത്തിലുള്ളതാണെന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി കാണും. ഏത് പാഠമാണ്? The snake and the mirror എന്ന പാഠഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സെന്റൻസുകളാണ് ഇവിടെ തെറ്റുതിരുത്താൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ 3 വേർഡുകളുടെ അടിയിലായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം അവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. ആ മിസ്റ്റേക്കുകൾ മാത്രം കണ്ടെത്തി തിരുത്തിയാൽ നമുക്ക് ഓരോ മാർക്ക് വീതം പരീക്ഷയ്ക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ ഇത് 3 മാർക്ക് ലഭ്യമാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഇറ്റ് സീംഡ്, ഇത് തോന്നിപ്പിക്കുന്നു. എന്താണ്? ആസ് ഇഫ്, പോലെ. ഗോഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. ഇത് സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് തന്നെ പാസ്റ്റ് ടെൻസിലാണ്. ഇവിടെ ഇപ്പോൾ കാണപ്പെടുന്ന ഈ വേർഡ് പ്രസന്റിലാണ് കാണപ്പെടുന്നത്. ഈ പ്രസന്റ് രൂപത്തെ പാസ്റ്റ് രൂപത്തിലേക്കാക്കി മാറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അപ്രീഷിയേറ്റ് എന്ന ഈ പ്രസന്റ് രൂപത്തെ നമുക്ക് പാസ്റ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ ആൻസർ എന്താ? എ. അവിടെ എ എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്രീഷിയേറ്റ് എന്നത് അപ്രീഷിയേറ്റഡ് എന്ന് എഴുതണം. അപ്രീഷിയേറ്റ് എന്നത് അപ്രീഷിയേറ്റഡ്. ആസിഡിന്റെ അർത്ഥം എന്താ? പോലെ. പോലെ എന്ന് പറഞ്ഞാൽ എന്താ? വൺ മൈറ്റ് തിങ്ക് ദാറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. വൺ മൈറ്റ് തിങ്ക് ദാറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. ഒരാൾ കരുതും പോലെ, ഒരാൾ വിചാരിക്കും പോലെ. അപ്പോൾ ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് എന്ന് തിരുത്തി എഴുതി കൊടുക്കുക. 1 മാർക്ക് നമുക്ക് ലഭ്യമാകും. The snake turned its head. സ്നേക്ക് എന്ത് ചെയ്തു? അതിന്റെ തല തിരിച്ചു കളഞ്ഞു. It looked into the mirror. അപ്പോൾ ഇവിടെയും സെന്റൻസിന്റെ ആദ്യ ഭാഗങ്ങളെല്ലാം പാസ്റ്റ് രൂപത്തിലാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഇവിടുത്തെ ലുക്ക് എന്ന ഈ വെർബ് പാസ്റ്റ് ടെൻസിലോട്ട് മാറണം. ലുക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ലുക്ഡ് എന്നാണ്. അപ്പൊ ബിയുടെ ആൻസർ എന്താ? ലുക്ഡ്. ബിയുടെ ആൻസർ എന്താ? ലുക്ഡ്. ബിയുടെ ആൻസർ ലുക്ഡ് എന്നാണ്. അപ്പോൾ ലുക്ക് എന്നതിന്റെ പാസ്റ്റ് രൂപമാണ് ലുക്ഡ്. into the mirror and see its reflection. അത് കണ്ണാടിയിലേക്ക് നോക്കി അതിന്റെ റിഫ്ലക്ഷനിന്റെ ഛായ എന്ത് ചെയ്യുന്നു? കാണുന്നു. ഇവിടെ സി എന്ന് പറയുന്ന പ്രസന്റ് രൂപമാണ്. കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഇവിടെ സി എന്ന ഈ പ്രസന്റ് രൂപം സോ എന്ന പാസ്റ്റ് രൂപത്തിലോട്ട് മാറണം. അപ്പോൾ 3ാമത്തെ ആൻസർ, സിയുടെ ആൻസർ എന്താ? സോ എന്നാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ. ഇത് 3ഉം ഇപ്രകാരം കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് നമുക്ക് ലഭ്യമാകും. ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരും ക്ലാസ്സുകളിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ മുന്നിലെത്തും. എല്ലാവരും ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമന്റ് രേഖപ്പെടുത്താനും മടിക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. താങ്ക് യു.